ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഒരു മീനിന്റെ വായിൽ നിന്ന് കോയിൻ എടുത്ത് രണ്ടു പേർക്കുള്ള ദേവാലയ ടാക്സ് അടച്ച സംഭവം. നമ്മളിത് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24 മുതലാണ്. ദേവാലയത്തിൽ ചുങ്കം പിരിക്കുന്ന സമയത്ത് ദേവാലയ കമ്മിറ്റിയിലെ ചില ആളുകൾ പത്രോസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിന്റെ ഗുരു ഇതുവരെയും ടാക്സ് അടച്ചിട്ടില്ലല്ലോ എന്ന്. പത്രോസ് ഗുരുവിനോട് പോയിട്ട് പറഞ്ഞു ടാക്സ് അടക്കണ്ടേന്ന്. അപ്പൊ ഗുരുവിന്റെ ചോദ്യം, നാട്ടിലെ രാജാക്കന്മാര് നാട്ടിൽ നിന്ന് എല്ലാ ജനങ്ങളുടെ കയ്യിൽ നിന്നും ചുങ്കം പിരിക്കും, ടാക്സ് പിരിക്കും, പക്ഷെ സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് പിരിക്കാറില്ലല്ലോ. അപ്പോൾ ദേവാലയം എൻ്റെ അപ്പൻ്റെതും ഞാൻ മോനും അല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ആവശ്യമില്ലല്ലോ. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നീ വലയുമായി കടലിൽ പോയി വീശുക, ആദ്യം കിട്ടുന്ന മീനിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ടാക്സ് അടക്കാനുള്ള കോയിൻ കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ സ്വതന്ത്രരാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്. ദൈവപുത്രന് ന്യായം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാമായിരുന്നിട്ടും ഉതപ്പുണ്ടാക്കാതിരിക്കാൻ എളിമ അവൻ അഭ്യസിച്ചു എന്നതാണ്. സ്നേഹത്തിനായി സ്വന്തം അവകാശങ്ങളെ വരെ വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവം ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകണമെന്ന്. യേശുവിന് വേണമെങ്കിൽ കാറ്റിൽ നിന്നും കോയിൻ ഉണ്ടാക്കാവുന്നുള്ളൂ, അല്ലെങ്കിൽ കൂടെയുള്ള ആരോടെങ്കിലും ചോദിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നും. പക്ഷെ ഇതെന്തിനാണ് മീനിന്റെ വായിൽ ഒളിപ്പിച്ചത്? ദൈവത്തിന്റെ അനുഗ്രഹം പലപ്പോഴും മനുഷ്യന്റെ അനുസരണത്തിലാണ് ഒളിച്ചിരിക്കുന്നത്. പത്രോസ് പോകേണ്ടി വരുന്നു, വല വീശേണ്ടി വരുന്നു, മീൻ പിടിക്കേണ്ടി വരുന്നു, അതിന്റെ വാ തുറന്നു നോക്കേണ്ടി വരുന്നു. പറഞ്ഞത് അനുസരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ സ്ഥലത്ത് നിന്നും ദൈവാനുഗ്രഹം നമ്മൾ നേടുന്നത്. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിൽ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ദൈവം നമുക്ക് അനുഗ്രഹം ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ നൽകും എന്ന് തെളിയിക്കുകയാണ് ഈ മീനിന്റെ വായിൽ കോയിൻ സൂക്ഷിച്ചുകൊണ്ട്. ഒരു കോയിനാണ് മീനിന്റെ വായിൽ നിന്ന് കിട്ടിയത്, പക്ഷെ അത് രണ്ടുപേർക്കും മതിയായിരുന്നു, ഈശോയ്ക്കും പത്രോസിനും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പത്രോസിന്റെ കടം കൂടെ ഈശോ വീട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. മാനവരുടെയും കടങ്ങളെ ഈശോ കുരിശിൽ വഹിക്കും എന്നതിലേക്കുള്ള ഒരു സൂചന കൂടെ നൽകുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ കൃപ എപ്പോഴും അർഹതപ്പെടാത്തവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് എന്ന് ചുരുക്കം. മാത്രമല്ല, കോയിൻ രണ്ടുപേർക്കും മതിയായതാണ്, എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല, കുറവും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നമുക്ക് ഈശോ നൽകുന്ന അനുഗ്രഹം ആദ്യം നമുക്ക് ആവശ്യമുള്ളതായിരിക്കും, അത് തക്ക സമയത്തായിരിക്കും. നിങ്ങൾ ആകുലതപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് നടക്കും. ഈശോയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ. ഈശോ പൊതുവെ അത്ഭുതങ്ങളൊക്കെ ചെയ്തത് ജനങ്ങളുടെ മുമ്പിലാണ്, കാരണം അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി. പക്ഷെ ഈ ഒരു അത്ഭുതം വളരെ സൈലന്റ് ആണ്. പത്രോസും ഈശോയും മാത്രം, നാട്ടുകാരൊന്നും അറിഞ്ഞില്ല. അപ്പൊ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമ്പോൾ ആരും അറിഞ്ഞോളണമെന്നില്ല, ആരും അറിയേണ്ടതില്ല. ദൈവം മഹത്തായ അനുഗ്രഹം നമുക്ക് തരും. ഈ നാളുകളിൽ മാരിയോ ജോസഫ് അങ്ങനെ അനുഭവിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകം അതിൻ്റെ പറഞ്ഞത്. ദൈവത്തിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ പലപ്പോഴും നല്ല നിശബ്ദതയിലാണ് നമ്മൾ നേടിയെടുക്കുക.